പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ അക്കൗണ്ടൻസിയിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. നമ്മൾ തൊട്ടുമുമ്പിൽ പറഞ്ഞ കാര്യങ്ങൾ അക്കൗണ്ടൻസിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ പറ്റിയിട്ടായിരുന്നു. ഇത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേര് അക്കൗണ്ടിംഗ് ഫോർ പാർട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ്. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അക്കൗണ്ടിങ്ങിന് പ്രധാനമായിട്ടും നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട്, രണ്ട് ഭാഗമായിട്ട് തരംതിരിക്കുകയാണെങ്കിൽ, ഒരു ചാപ്റ്റർ അക്കൗണ്ടിംഗ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ പറ്റിയിട്ടും ബാക്കിയുള്ള 4 ചാപ്റ്ററുകളും പാർട്ണർഷിപ്പിനെ പറ്റിയിട്ടുള്ളതാണ്. പാർട്ണർഷിപ്പ് എന്താണ്, പാർട്ണർഷിപ്പ് ബിസിനസ് എന്താണ്, അതിൻ്റെ രേഖകൾ ഏതൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും എല്ലാം നമ്മൾ ഇതിൻ്റെ തൊട്ടു മുമ്പിൽ അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് +1. ഇവിടെ നമ്മൾ പാർട്ണർഷിപ്പിന്റെ ബേസിക് കോൺസെപ്റ്റുകളും അതുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റുകളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. പാർട്ണർഷിപ്പ് ഇറ്റ്സ് എ ഫോം ഓഫ് ബിസിനസ് വിച്ച് ഈസ് ഓൺഡ് ബൈ 2 or more person who have agreed to share the profit and loss of a business carried on by all or any of them acting for. പാർട്ണർഷിപ്പിനെ പറ്റിയിട്ടുള്ള ഡെഫിനിഷനാണ്. പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫോം ഓഫ് ബിസിനസ് ആണ്, ഓൺഡ് ബൈ 2 or more person, 2 അതിലധികമോ ആളുകൾ കൂടിച്ചേർന്ന് നടത്തുന്ന ബിസിനസിനെ പറയുന്ന പേരാണ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. who have agreed to share the profit or loss of a business. അല്ലെ, ഒരു ബിസിനസ്സിലെ ലാഭമോ നഷ്ടമോ ആയാൽ വീതിക്കാം എന്ന് അവർ പറയുന്നു. carried on by all or any of them acting for. ആ ബിസിനസ് നടത്തുന്നത് എല്ലാവരും ചേർന്നോ അതല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി ആരെങ്കിലും ഒരാളോ നടത്തുന്നതായിരിക്കാം. പാർട്ണർഷിപ്പ് ആക്ട് 1932 1932 പാർട്ണർഷിപ്പ് നിയമം വന്നത്. ആ നിയമപ്രകാരം പാർട്ണർഷിപ്പ് എന്താണ് എന്നതിൻ്റെ ഒരു ഡെഫിനിഷൻ നൽകിയിരിക്കുന്നു. എന്ന് നോക്കൂ. ദ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് who have agreed to share the profit of a business carried on by all or any of them acting for all. പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ്, വ്യക്തികൾ തമ്മിലുള്ള ബന്ധമാണ്. റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ്, വ്യക്തികൾ തമ്മിലുള്ള ബന്ധമാണ്. who have agreed to share the profit of a business. അവർ എന്ത് ചെയ്തിരിക്കുന്നു? ഒരു ബിസിനസ്സിലെ ലാഭം വീതിക്കാമെന്ന് അവർ എഗ്രി ആയിട്ടുണ്ട്. ക്യാരിഡ് ഓൺ ബൈ ഓൾ, അത് എല്ലാവരും ചേർന്ന് നടത്തിക്കൊണ്ടു പോകുന്നതാവാം. അതല്ലെങ്കിൽ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ, അതല്ലെങ്കിൽ അതിൽ നിന്ന് ആരെങ്കിലും ഒരാളോ ആയിരിക്കാം. അപ്പൊ എല്ലാവരും ചേർന്നോ അതല്ലെങ്കിൽ അതിൽ ആരെങ്കിലും ഒരാളോ നടത്തുന്ന ബിസിനസ്സിലെ ലാഭം നമുക്ക് വീതിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ട് ആളുകൾ തമ്മിലുണ്ടാകുന്ന ബന്ധത്തെയാണ് നമ്മൾ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇതാണ് പാർട്ണർഷിപ്പിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷൻ അണ്ടർ പാർട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം. ഇനി നമുക്ക് നോക്കാം, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പാർട്ണർഷിപ്പ്, എന്താണ് പാർട്ണർഷിപ്പിന്റെ പ്രത്യേകതകൾ എന്ന് നോക്കാം. നമ്മൾ പറഞ്ഞ ഡെഫിനിഷനെ തന്നെ ഒന്ന് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത നിങ്ങൾക്ക് കിട്ടും. പറഞ്ഞു 2 or more person, 2 അതിലധികമോ ആളുകൾ. അപ്പോൾ നമ്മൾ ബിസിനസിന്റെ ഫോംസ് ഓഫ് ബിസിനസ് എന്നത് ബിസിനസ് സ്റ്റഡീസിൽ നമ്മൾ +1 ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിനകത്ത് എങ്ങനെയായിരുന്നു ഫോംസ് ഓഫ് ബിസിനസ്? ഒരാൾ മാത്രമുള്ള ബിസിനസ് ആണെങ്കിൽ സോൾ ട്രേഡിംഗ് അഥവാ ഏകാംഗ വ്യാപാരം എന്ന് പറഞ്ഞു. ഇനി 2 ആളുണ്ടെങ്കിൽ അതിനെ പറഞ്ഞു, 2 അതിലധികമോ ആൾ വരുവാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് അല്ലെ. പിന്നെ നമ്മൾ കമ്പനിയെ പറ്റി പഠിച്ചു, അതേപോലെ തന്നെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസിനെ പറ്റി പഠിച്ചു, ദെൻ കോപ്പറേറ്റീവ് സൊസൈറ്റികളെ പറ്റി പഠിച്ചു. അപ്പൊ നോക്കാം, പാർട്ണർഷിപ്പിന് ഒരു പ്രത്യേകത പറയുന്നു, 2 or more person. The minimum number of to form a partnership business is 2 and the maximum number is 10 in case of banking business and 20 in case of other business. ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ മിനിമം വേണ്ടത് എത്ര പേരാണ്? 2 പേര് വേണം. മാക്സിമം 10 പേരാണ്. ദെൻ ബാങ്കിങ് ബിസിനസ് ആണെങ്കിൽ 10 പേരും, മറ്റു ബിസിനസ് ആണെങ്കിൽ 20 പേരും. ഇതിനെ ഇപ്പം ഈ 20 എന്നതിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട്, കമ്പനി നിയമം 2013 നമ്മൾ ഭേദഗതി വരുത്തിയിരുന്നു.
ഇപ്പൊ 2013 അമെന്റ്മെന്റ് പ്രകാരം, ഭേദഗതി പ്രകാരം മാക്സിമം നമ്പർ 20 നിന്നും 100 ആക്കിയിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അത് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ പ്രത്യേകത പറയുന്നു, എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ്. ഇവർ തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ട്, ഒരു കരാറുണ്ട്. ദർ ഷുഡ് ബി ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ് either written or oral regarding the share of profit, capital investment, etc. ലാഭം വീതിക്കുന്നതിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ക്യാപിറ്റൽ എത്ര വേണം എന്നതിനെ പറ്റിയിട്ടൊക്കെ ഈ പാർട്ട്നേഴ്സ് തമ്മിൽ, ഈ പാർട്ടികൾ തമ്മിൽ എന്തുണ്ട്, ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ആ കരാർ എഴുതപ്പെട്ടതാവാം, അല്ലാതെ വാക്കാൽ പറയുന്നതാവാം. പൊതുവെ എഴുതപ്പെട്ട കരാറിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കാറില്ല. കാരണം എന്താ, വാക്കാൽ പറഞ്ഞത് വാക്കെപ്പോഴും മാറ്റാൻ പറ്റും അല്ലെ, വാക്കെപ്പോഴും മാറ്റും, പക്ഷെ എഴുതപ്പെട്ടാണെങ്കിൽ മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പൊതുവെ കരാറുകൾ എന്തായിരിക്കും, റിട്ടേൺ ആവാനാണ് സാധ്യത. എനിവേ റിട്ടേൺ ആയാലും ഓറർ ആയാലും ഇവർ തമ്മിൽ എന്തുണ്ടായിരിക്കും, ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കും. തേർഡ് വൺ പറയുന്നു ബിസിനസ്. ദ എഗ്രിമെന്റ് ഷുഡ് ബി ഫോർ ക്യാരിയിങ് ഓൺ എ ബിസിനസ് whereas joint ownership of some property does not constitute partnership. ഇതൊരു ബിസിനസിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ആയിരിക്കണം. ഈ എഗ്രിമെന്റ് ഇതിനു വേണ്ടിയിരിക്കണം, ഒരു ബിസിനസ് നടത്താനായിരിക്കണം. അല്ലാതെ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടിയിട്ട് രണ്ടുപേർ കൂടി ചേർന്ന് എന്താ പറയാ ഭൂമി വാങ്ങുന്നു, അതെന്തല്ല, പാർട്ട്ണർഷിപ്പ് അല്ല. രണ്ടുപേരുടെ ഓണർഷിപ്പിൽ ഒരു ഭൂമി വാങ്ങുന്നത് പാർട്ട്ണർഷിപ്പായിട്ട് പരിഗണിക്കാൻ പറ്റില്ല. പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ എഗ്രിമെന്റ് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം, ബിസിനസ്, കണ്ടിന്യൂസ് പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്ന, കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കുന്ന സമ്പത്തെയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയാറുള്ളത്. ബിസിനസ് ആയിരിക്കണം. ദെൻ ഫോർത്ത് വൺ പറയുന്നു ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്. There must be the sharing of profit among the partners either equally or on the agreed ratio. അല്ലെ, ലാഭമായാലും നഷ്ടമായാലും, if there is loss the same treatment should be made in the case of profit. അങ്ങനെ പറയുന്നത് അല്ലെ, ലാഭം മാത്രം വീതിക്കുക എന്നല്ല, ലാഭമായാലും നഷ്ടമായാലും ഒരേപോലെ വീതിക്കണം. അത് ചിലപ്പോൾ ഈക്വലി ആയിരിക്കും, തുല്യമായിട്ട് വീതിക്കാം. അതല്ലെങ്കിൽ ഓരോരുത്തർ കൊണ്ടുവന്ന ക്യാപിറ്റലിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റേഷ്യോ ആയിട്ടാണ് വീതിക്കാറുള്ളത് അല്ലെ. അങ്ങനെ തന്നെ അല്ലേ, ഒരാൾ 5 ലക്ഷം രൂപ കൊണ്ടുവന്നും മറ്റൊരാൾ 10 ലക്ഷം കൊണ്ടുവന്ന ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10 ലക്ഷം കൊണ്ടുവന്നയാൾക്ക് കൂടുതൽ ലാഭം കൊടുക്കണം, 5 ലക്ഷം കൊണ്ടുവന്ന ആൾക്ക് കുറച്ചേ ലാഭം ഉണ്ടാവുള്ളൂ. അപ്പൊ ലാഭം ചിലപ്പം 75-25% അപ്പൊ ഇവിടെ പറയുന്നത് ലാഭമായാലും നഷ്ടമായാലും ഒന്നുകിൽ തുല്യമായിട്ടോ അതല്ലെങ്കിൽ എന്ത് ചെയ്തിരിക്കണം, നമ്മൾ പറഞ്ഞിരിക്കുന്ന പ്രത്യേക റേഷ്യോ പ്രകാരമോ വീതിച്ചിരിക്കണം. അത് ലാഭമായാലും നഷ്ടമായാലും വീതിക്കണം. ഓക്കെ, അടുത്ത പറഞ്ഞതാ, ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. അല്ലെ, ബിസിനസ് ക്യാൻ ബി കണ്ടക്റ്റഡ് either by all the partners or any of them can act as agent of other partners and they carry out the business. ബിസിനസ് എല്ലാവരും കൂടി ചേർന്നിട്ട് ബിസിനസ് നടത്താം. 2 പാർട്ണർമാരുണ്ടെങ്കിൽ 4 പാർട്ണർമാരുണ്ടെങ്കിൽ 4 പേരും ചേർന്ന് ബിസിനസ് നടത്താം. അതല്ലെങ്കിൽ 4 പേരുടെയും സമ്മതത്തോടു കൂടി ഒരാൾ ഏജന്റ് ആയിട്ട് അയാൾക്കും ബിസിനസ് നടത്താൻ പറ്റും. Here the partner become act as principal as well as an agent. അല്ലെ, ഒരു ഏജന്റ് അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൽ ആയിട്ട് എന്ത് ചെയ്യും, ആ പാർട്ണറെ നമുക്ക് മാറ്റാൻ സാധിക്കും. Unlimited liability. The liability of each partner is unlimited and they are jointly and severely liable for the debt of the firm. അല്ലെ, പാർട്ണർമാരുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അഥവാ ബിസിനസ്സിൽ നഷ്ടമുണ്ടായി കഴിഞ്ഞാൽ പാർട്ണറുടെ പേഴ്സണൽ പ്രോപ്പർട്ടി വരെ എന്ത് ചെയ്യേണ്ടി വരും, ഈ നഷ്ടം നികത്താൻ ഉപയോഗിക്കേണ്ടി വരും. അതാണ് അൺലിമിറ്റഡ് എന്ന് പറയുന്നത്. പരിധിയില്ലാത്ത ബാധ്യത. കമ്പനിക്കാണ് പരിധിയുള്ള ബാധ്യത അല്ലേ, ലിമിറ്റഡ് ലയബിലിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുമ്പൊക്കെ. അപ്പൊ ഇവിടെ അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. പാർട്ണർമാരുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്, പരിധിയില്ല. ബിസിനസ്സിന് നഷ്ടം ഉണ്ടായി, ഞാനൊരു പാർട്ണറാണ്, എന്റെ ബിസിനസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ബിസിനസ്സിലെ പണം കൊണ്ട് തീരുന്നില്ല, ആ നഷ്ടം നികത്താൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, എന്റെ പേഴ്സണൽ പ്രോപ്പർട്ടി, എന്റെ സ്വത്ത് വിൽക്കേണ്ടി വരും. എന്റെ സ്വത്തിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യണം, ബിസിനസ്സിലെ നഷ്ടം നികത്തേണ്ടി വരും. അതാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ പഠിക്കും. Then മറ്റൊന്ന്, no separate legal existence. Although the business may carried on the firm's name, the firm has no separate existence apart from these partners. It cannot own property either into contract or its own name. Whether each change take place like retirement, admission, death, insolvency, etc., it will also lead to change in the constitution of the firm.
ഈ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് കമ്പനിയിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കമ്പനിക്ക് സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ പറയുന്ന ബിസിനസ് എന്താണ്, ഫേമിന്റെ നെയിമിൽ തന്നെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാറ്. അപ്പൊ ABC എന്ന് പറയുന്ന പാർട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിൽ ABC എന്ന പേരിൽ തന്നെയാണ്. പക്ഷേ ആ ഫേമിന് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഇല്ല, അഥവാ അതിന് സ്വന്തമായിട്ട് പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റില്ല, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. കമ്പനിയെ പോലെ പാർട്ണർഷിപ്പ് ഫേമിന്റെ സ്വന്തം പേരിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോപ്പർട്ടി വാങ്ങാനോ അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടാനോ സാധിക്കില്ല. whenever a change take place like retirement, death, admission തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നിലവിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റണം, അഥവാ നിലവിലുള്ള റിലേഷൻ മാറ്റിയിട്ട് പുതിയത് ഉണ്ടാക്കണം. പക്ഷെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. കമ്പനിയുടെ ഒരു പാർട്ണർ അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡർ മരിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ റിട്ടയർ ആയി കഴിഞ്ഞാലോ ഒരു കുഴപ്പവും കമ്പനിക്ക് സംഭവിക്കില്ല. അയാൾ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ആൾക്ക്, ആരാണോ അതിന്റെ ഹോൾഡ് ചെയ്യുന്നത്, അയാൾക്ക് എന്ത് ചെയ്യും, ലാഭവിഹിതം കൊടുക്കും. പക്ഷെ പാർട്ണർഷിപ്പ് ഫേമിന് അങ്ങനെയല്ല. ഒരു പാർട്ണർ മരിക്കുകയോ, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പഠിക്കും. കാരണം നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററുകളൊക്കെ ഇത് പറ്റില്ല. അഡ്മിഷൻ ഓഫ് പാർട്ണറിൽ എന്ത് സംഭവിക്കും, റിട്ടയർമെന്റിൽ എന്ത് സംഭവിക്കും, ഡെത്തിൽ എന്ത് സംഭവിക്കും, പിരിച്ചു വിടുമ്പോൾ എന്ത് സംഭവിക്കും, ഇതൊക്കെയാണ് നമുക്ക് വരാൻ പോകുന്ന 4 ചാപ്റ്ററുകളും. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നു. അപ്പൊ ഞാൻ പറയുന്നു, അഡ്മിഷൻ, റിട്ടയർമെന്റ് തുടങ്ങിയ സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇവരുടെ ഫേമിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റേണ്ടി വരും, റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. അതാണ് സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഇല്ല എന്ന് പറയാൻ കാരണം. മറ്റൊന്ന് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. ഓൾ ദി പാർട്ണേഴ്സ് ഷുഡ് ഡിസ്ക്ലോസ് ഓൾ മെറ്റീരിയൽ ഫാക്ട് ആൻഡ് പ്രസന്റ് ട്രൂ അക്കൗണ്ട് ടു വൺ അനദർ. No one should make a secret profit out of the business. അല്ലെ, എല്ലാ പാർട്ട്നേഴ്സും അഥവാ എല്ലാ പാർട്ട്നേഴ്സിന്റെ ഇടയിൽ എന്ത് ചെയ്യുക, എല്ലാ കാര്യങ്ങളും വളരെ വിശ്വാസമായിരിക്കണം. അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, നല്ല വിശ്വാസം ഉണ്ടായിരിക്കണം. കാരണം എല്ലാ കാര്യങ്ങളും വളരെ ട്രൂ ആയിട്ട്, വളരെ സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും പ്രസന്റ് ചെയ്തിരിക്കണം. ഒരാളൊരു സീക്രട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പാടില്ല. ആ പാർട്ണർഷിപ്പ് ബിസിനസ് ഒരു പാർട്ണർ മാത്രം രഹസ്യമായിട്ട് ലാഭം ഉണ്ടാക്കുക അല്ലെങ്കിൽ ലാഭം രഹസ്യമാക്കി വെക്കുക, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാ പാർട്ട്നേഴ്സിനും എല്ലാ കാര്യങ്ങളും വളരെ സുതാര്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇതാണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന പോയിന്റിൽ പറയുന്നത്. ദെൻ റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് താല്പര്യം അല്ലെ, അല്ലെങ്കിൽ ഷെയർ, അല്ലെങ്കിൽ നമ്മൾ പറയും പാർട്ണറുടെ കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ ആ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു പാർട്ണറുടെ റൈറ്റ്, ആ റൈറ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റൊരാൾക്ക് ഔട്ട്സൈഡർക്ക് കൊടുക്കാൻ പറ്റില്ല. അഥവാ പാർട്ണർ നോട്ട് എൻറ്റൈറ്റിൽഡ് ടു ട്രാൻസ്ഫർ ഈസ് ഇൻട്രസ്റ്റ് ഇൻ ദ പാർട്ണർഷിപ്പ് ടു ആൻ ഔട്ട്സൈഡർ വിത്തൗട്ട് ദ കൺസെന്റ് ഓഫ് ദി അതർ പാർട്ണേഴ്സ്. ഞാനൊരു പാർട്ണറാണ്, എനിക്ക് തോന്നുന്നു ആ ബിസിനസ്സിൽ നിന്ന് പാർട്ണർഷിപ്പ് ഒഴിയണം തോന്നുന്നു. ഞാൻ നേരെ വേറൊരാൾ എൻ്റെ സുഹൃത്തിനെ എന്ത് ചെയ്യുന്നു, ഏൽപ്പിക്കുന്നു, അതിന് പാർട്ണർ നീ അയക്കോ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ കൊടുക്കണമെങ്കിൽ എൻ്റെ താല്പര്യം അഥവാ എൻ്റെ പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന സംഭവത്തെ ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കണമെങ്കിൽ ഞാൻ ആദ്യം മറ്റു പാർട്ണർമാരിൽ നിന്നും എല്ലാവരുടെയും കൺസെന്റ് എനിക്കുണ്ടാവണം. എല്ലാവരുടെയും സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ വേറൊരാൾ ചേർക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വേറൊരാൾക്ക് മാറ്റാൻ പറ്റുള്ളൂ. അങ്ങനെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, അത് റെസ്ട്രിക്റ്റഡ് ആണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഫീച്ചേഴ്സ് ഓഫ് പാർട്ണർഷിപ്പ് വളരെ കൃത്യമാക്കി മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്തതാണ് പാർട്ണർഷിപ്പ് ഡീഡിനെ പറ്റി. നമ്മൾ ഇതും കൂടെ പറയുന്നു. പാർട്ണർഷിപ്പ് ഡീഡ് എന്താണ്? ആർട്ടിക്കിൾ ഓഫ് പാർട്ണർഷിപ്പ്. ഞാൻ പറഞ്ഞു, പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങേ പറഞ്ഞു, ഇറ്റ്സ് ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ 2 or more persons അല്ലെ, 2 അതിലധികം ആളുകൾ ചേർന്നിട്ടുള്ള ഒരു കരാറാണ്. ഈ കരാറിനെ പറയുന്ന പേരാണ് പാർട്ണർഷിപ്പ് ഡീഡ്. ഐ മീൻ, കരാർ മീൻസ് അവർക്ക് പാർട്ണർഷിപ്പിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ അടങ്ങുന്ന ഡോക്യുമെന്റ്. ഡോക്യുമെന്റ് വിച്ച് കണ്ടെയ്ൻ ദ ടേംസ് ഓഫ് പാർട്ണർഷിപ്പ് അഗ്രീഡ് ബൈ ദ പാർട്ണേഴ്സ്. പാർട്ണേഴ്സ് അഗ്രി ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റിനെ പറയുന്ന പേരാണ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് അടങ്ങിയിരിക്കുന്ന ഡോക്യുമെന്റ്സിനെ പറയുന്ന പേരാണ് എന്ത്? പാർട്ണർഷിപ്പ് ഡീഡ്, പങ്കാളിത്ത കരാർ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി എയ്തർ or in return, but in desirable to have in return to avoid misunderstanding in future. അല്ലെ, നമ്മൾ ആദ്യമേ പറഞ്ഞു ഇതെന്തായിരിക്കും, ഓറൽ ആയിരിക്കാം, വാക്കാൽ പറയാം. വാക്കാൽ നമുക്ക് പറയാൻ പറ്റും, പക്ഷെ വാക്കാലുണ്ട് റിട്ടേൺ ഉണ്ട്. പൊതുവെ ഡിസൈറബിൾ എന്താണ്? റിട്ടേൺ ആണ്. കാരണം എന്താ, ഭാവിയിലുള്ള തർക്കങ്ങൾ ഒഴിവാക്കാൻ പറ്റും, ഭാവിയിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്, തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ ഏറ്റവും നല്ല എന്താണ്, എല്ലാം എഴുതി വെക്കുന്നതാണ്. അപ്പോൾ എഴുതപ്പെട്ടതായതോ വാക്കാലുള്ളതോ ആയ ഒരു ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അടങ്ങുന്ന ഡോക്യുമെന്റിനെ പറയുന്ന പേരാണ് എന്ത്? പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. പാർട്ണർഷിപ്പ് ഡീഡിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 10-20 കാര്യങ്ങൾ പാർട്ണർഷിപ്പ് ഡീഡിലെ കണ്ടന്റുകളുണ്ട്, നമുക്കൊന്ന് നോക്കാവുന്ന. നെയിം ഓഫ് ദി ഫേം, സ്ഥാപനത്തിന്റെ പേര് വേണം. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഓൾ പാർട്ണേഴ്സ്, എല്ലാ പാർട്ണേഴ്സിന്റെയും പേരും അഡ്രസ്സും വേണം. നാച്ചർ ആൻഡ് പ്ലേസ് ഓഫ് ബിസിനസ്, ബിസിനസിന്റെ സ്വഭാവം വേണം.
പ്രത്യേകത എന്താണ്, എവിടെയാണ് ബിസിനസ്? ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് പാർട്ണർഷിപ്പ്, എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, ഡേറ്റ് എഴുതണം. ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ 5 കൊല്ലത്തേക്ക് പാർട്ണർഷിപ്പ് തുടങ്ങണമെങ്കിൽ 5 വർഷം ഡ്യൂറേഷൻ കാണിച്ചിരിക്കും, കാലാവധി കാണിക്കണം. അത് എല്ലാത്തിനും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ബൈ പാർട്ണേഴ്സ്, ഓരോ പാർട്ണർമാരും ഇറക്കിയ മൂലധനം എത്രയാണ്, എത്ര പൈസ ഇറക്കിയിട്ടുണ്ട് എന്ന് കാണിക്കണം. ദ എമൗണ്ട് വിച്ച് ക്യാൻ ബി വിഡ്രോൺ ബൈ ഈച്ച് പാർട്ണർ, ഓരോ പാർട്ണർമാരും ബിസിനസ്സിൽ നിന്നും പേഴ്സണൽ ആവശ്യത്തിന് പിൻവലിച്ച പൈസ എത്രയാണ്, വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി പിൻവലിച്ച പണം എത്രയാണെന്ന് കാണിച്ചിരിക്കണം. റൂൾസ് റിഗാർഡിംഗ് ഓപ്പറേഷൻ ഓഫ് ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് ആര് ഓപ്പറേറ്റ് ചെയ്യും, ആരെയാണ് നിയോഗിക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ കാണിച്ചിരിക്കണം. ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, ലാഭവും നഷ്ടവും എങ്ങനെ വീതിക്കാമെന്ന് കാണിക്കണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓർ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്രയാണ് എന്ന കാര്യങ്ങൾ കാണിച്ചിരിക്കണം. ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ ടു ദി ഫേം, പാർട്ണർമാരുടെ ലോണിന്റെ ഇൻട്രസ്റ്റ് എത്രയാണ്. സാലറി, കമ്മീഷൻ എക്സെട്ര പേബിൾ ടു എനി പാർട്ണർ, ഏതെങ്കിലും പാർട്ണർമാർക്ക് ശമ്പളം കൊടുക്കുകയോ, അല്ലെ, ചിലപ്പം 4 പാർട്ണർമാരില്ലെങ്കിൽ ഒരു പാർട്ണർ മാത്രം നമ്മുടെ ഷോപ്പിനകത്ത് എന്തുണ്ടാവും, സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ പാർട്ണർ അവിടെ നിർത്താൻ വേണ്ടി നമ്മൾ അദ്ദേഹത്തിന് സാലറി കൊടുക്കണം. ആ സാലറിയോ കമ്മീഷൻ എന്തെങ്കിലും പാർട്ണർമാർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കാണിച്ചിരിക്കണം. ഡീറ്റെയിൽസ് ഓഫ് ഡിവിഷൻ ഓഫ് വർക്ക് എമംഗ് ദ പാർട്ണേഴ്സ്, ഓരോ പാർട്ണർമാർക്ക് ഓരോ ജോലി ഉണ്ടായിരിക്കും. ആ വർക്കിന്റെ ഡിവിഷൻ എങ്ങനെയാണ് അവർക്ക് ഒരു ജോലി കൊടുത്തത് എന്ന് തിരിക്കണം, കാണിച്ചിരിക്കണം. അസർടൈൻമെന്റ് ഓഫ് ഗുഡ് വിൽ ഓൺ അഡ്മിഷൻ, റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് ഓഫ് പാർട്ണർ, സ്ഥാപനത്തിന് അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത് വരുന്ന സമയത്ത് എങ്ങനെയാണ് സ്ഥാപനത്തിന്റെ ഗുഡ് വില്ല്, സൽപ്പേര് അളക്കുക എന്നത് വ്യക്തമാക്കിയിരിക്കണം. അത് നമ്മൾ അളക്കുന്ന ഓരോ മെത്തേഡുകളും നമുക്ക് പഠിക്കാനുണ്ട്. സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട് ഇൻ ദ ഇവന്റ് ഓഫ് റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് ഓഫ് പാർട്ണർ, ഒരാൾ മരിക്കുകയോ ഒരു പാർട്ണർ റിട്ടയർ ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് അക്കൗണ്ടിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, എന്താണ് അത് എന്ത് ചെയ്യണം, കാണിച്ചിരിക്കണം. സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ് ഓൺ ഡിസൊല്യൂഷൻ ഓഫ് ഫേം, ഇനി എല്ലാം കഴിഞ്ഞ് നിർത്തിപ്പോവാണ്, പിരിച്ചുവിടാൻ തീരുമാനിച്ചു, സ്ഥാപനം പിരിച്ചുവിടുന്ന അഥവാ പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന സ്ഥാപനത്തെ ഒഴിവാക്കാൻ തീരുമാനിക്കുന്നു, അങ്ങനെയെങ്കിലുള്ള അക്കൗണ്ട് സെറ്റിൽമെന്റ് എന്തൊക്കെ വേണം അത് നമ്മൾ കാണിച്ചിരിക്കണം. 17ാമത് പറയുന്നു പ്രൊവിഷൻ റിലേറ്റഡ് ടു ദ മെയിൻ്റെനൻസ് ഓഫ് ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ്, അക്കൗണ്ടുകൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ഇത് ഓഡിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് കാണിച്ചിരിക്കണം. പ്രൊവിഷൻ ഫോർ ആർബിട്രേഷൻ ഇൻ ദ ഇവന്റ് ഓഫ് ഡിസ്പ്യൂട്ട്, എന്തെങ്കിലും തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ പരിഹരിക്കാം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നത് നമ്മൾ പ്രൊവിഷൻസ് എഴുതിയിരിക്കണം. പ്രൊവിഷൻ റിഗാർഡിംഗ് ബോറോയിങ് ഓഫ് ദി ഫേം, ഫേം മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നും ലോൺ എടുക്കുന്നത്, ബോറോ ചെയ്യുന്നത്, പണം എടുക്കുന്നത്, ഇതിനെ പറ്റിയുള്ള പ്രൊവിഷൻസ്, എവിടെ നിന്ന് എടുക്കാം, എവിടെ നിന്ന് എടുക്കാൻ പാടില്ല, എത്ര രൂപ വരെ എടുക്കാം എന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണിച്ചിരിക്കണം. റൈറ്റ്സ്, ഡ്യൂട്ടി ആൻഡ് ലയബിലിറ്റി ഓഫ് പാർട്ണേഴ്സ്, ഓരോ പാർട്ണർമാരുടെയും അവകാശം എന്താണ്, അവരുടെ കടമകൾ എന്തൊക്കെയാണ്, അവരുടെ ബാധ്യതകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്തിരിക്കണം, കാണിച്ചിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് പാർട്ണർഷിപ്പ് ഡീഡിന്റെ കണ്ടന്റുകളായിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മളിന്ന് പഠിച്ച കാര്യങ്ങൾ ഇതാണ്. പാർട്ണർഷിപ്പ് എന്താണെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു 2 അതിലധികം ആളുകൾ കൂടിച്ചേർന്ന് നടത്തുന്ന ബിസിനസ് ആണ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നു. ദെൻ പാർട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു, 9 ഫീച്ചേഴ്സുകൾ പറഞ്ഞു. ആ ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 9 ഫീച്ചേഴ്സും കൃത്യമായിട്ട് അറിയാൻ പറ്റും. ദെൻ പാർട്ണർഷിപ്പിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അടങ്ങുന്ന ഡോക്യുമെന്റിനെ പറയുന്ന പേരാണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ആ ഡീഡ് എന്താണ്, ആ ഡീഡിലെ കണ്ടന്റുകൾ ഏതൊക്കെയാണ് എന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി ഈ കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. റൂൾസ് അപ്ലിക്കബിൾ ഇൻ ദ ആബ്സൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ല എന്ന് കരുതാം. പാർട്ണർഷിപ്പ് ഡീഡ് എന്താന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ല, ഒരു ബിസിനസിന്റെ പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കിയിട്ടില്ല, അഥവാ കരാറുകളൊന്നുമില്ല, റിട്ടേൺ ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ലാത്ത കേസിൽ എന്തൊക്കെയാണ് നിയമങ്ങൾ എന്ന് പരിശോധിക്കാം. കുറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ, സ്ഥിരം വരുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഒന്ന് പ്രോഫിറ്റ് ഷെയറിങ്ങിന്റെ കേസിൽ ലാഭം വീതിക്കുന്നത് എന്ത് ചെയ്യണം, profit or loss should be shared equally among the partners irrespective of their capital contribution. ക്യാപിറ്റലിനെ പറ്റി നോക്കരുത്. പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ല എങ്കിൽ, അങ്ങനെ ഒരു കരാറുണ്ടാക്കാത്ത പാർട്ണർഷിപ്പ് ആണ് എങ്കിൽ എന്ത് ചെയ്യണം, ലാഭവും നഷ്ടവും എല്ലാ പാർട്ണർമാർക്കും തുല്യമായിട്ട് വീതിക്കണം. അതിലെ ക്യാപിറ്റലിനെ പരിഗണിക്കരുത്. ക്യാപിറ്റൽ കൂടുതൽ കൊണ്ടൊന്നോ കുറഞ്ഞു കൊണ്ടൊന്നും നോക്കരുത്. കരാറില്ലെങ്കിൽ, കരാറുണ്ടെങ്കിൽ ക്യാപിറ്റൽ അടിസ്ഥാനത്തിൽ റേഷ്യോ ആയിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക. കരാറില്ലെങ്കിൽ എല്ലാ പാർട്ണർമാർക്കും ലാഭവും നഷ്ടവും തുല്യമായിട്ട് വീതിച്ചു കൊടുക്കണം, ഈക്വൽ ആയിട്ട് വീതിക്കണം. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ, പ്രോഫിറ്റ് ഷെയറിങ് എന്തായിരിക്കണം, ഈക്വലി ആയിരിക്കണം. ഓക്കെ, രണ്ടാമത്തെ പറഞ്ഞ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ.
ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, കൊണ്ടുവന്ന ക്യാപിറ്റലിന് മുകളിൽ നമ്മൾ പലിശ കൊടുക്കും ചിലപ്പോൾ, അല്ലെ? പലിശ കൊടുക്കുന്നത് എന്തിനാ? ചില പാർട്ണർമാർക്ക് തോന്നും ഞാനൊരു 10 ലക്ഷം രൂപ ബിസിനസ്സിൽ ഇട്ടിട്ടുണ്ട്, അത് നേരെ ബാങ്കിൽ ഇടുവായിരുന്നെങ്കിൽ എനിക്ക് കുറെ പലിശ കിട്ടുമായിരുന്നു എന്നൊരു തോന്നലുണ്ടാവും. തോന്നൽ വന്നാൽ പിന്നെ അടുത്ത ദിവസം എന്ത് ചെയ്യും? അവരാ പൈസ പിൻവലിച്ച് ഞാനില്ല, നിങ്ങളെ പാർട്ണർഷിപ്പിൽ ഞാനില്ല എന്നുകൊണ്ട് ഒഴിഞ്ഞു പോകാൻ സാധ്യത ഉണ്ടല്ലേ. അപ്പൊ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടി പാർട്ണർമാരോട് നമ്മൾ പറയുന്നത് എന്താ? നിങ്ങളുടെ ക്യാപിറ്റൽ മുകളിൽ ഞങ്ങൾ പലിശ തരാം. അപ്പൊ പലിശയെ പറ്റിയിട്ട് നമ്മൾ എഗ്രിമെന്റ് ഇല്ല എങ്കിൽ പലിശ കൊടുക്കണമെന്നില്ല. Now interest is payable to the partners. If needed, provide interest on capital. It should be paid only out of profit. And if there is loss, no interest can be allowed. ഇൻട്രസ്റ്റ് കൊടുക്കണം നിർബന്ധമില്ല. എങ്ങനെ? കരാറില്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കല് വേണ്ട, ഇൻട്രസ്റ്റ് കൊടുക്കണ്ട. ഇനി അങ്ങനെ കൊടുക്കണം എന്ന് ആവശ്യമാണെന്ന് കരുതുക, ഡീഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ലാഭം ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി, ലാഭത്തിൽ നിന്ന് കൊടുത്താൽ മതി, നഷ്ടമുള്ളതെന്ന് പലിശ കൊടുക്കണ്ട. ഓക്കെ. അടുത്താണ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടു ദി ഫേം. ഫേമിന്റെ ലോണ് ആരെങ്കിലും പാർട്ണർമാർ എന്ത് ചെയ്തു? ലോണ് തന്നു, അതിനുള്ള പലിശ നമ്മൾ കൊടുക്കണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പോലെയല്ല ലോൺ, അല്ലെ? ലോണ് നിർബന്ധമായിട്ട് പലിശ കൊടുക്കണം. കാരണം ക്യാപിറ്റൽ 10 ലക്ഷം കൊടുന്നു, പിന്നെ നമുക്ക് ബിസിനസ്സിൽ പൈസ തരുന്നില്ല. അപ്പൊ നമ്മളൊരു പാർട്ണർ അത്യാവശ്യം പൈസ ഉള്ള ഒരു പാർട്ണറാണ്, അത്യാവശ്യം പണക്കാരനായിട്ടുള്ള പാർട്ണറാണ്, നമ്മൾ അയാളുടെ എന്ത് ചെയ്യും? കടം വാങ്ങും, അല്ലെ? ലോൺ എടുക്കും. ആ പാർട്ണറിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പലിശ കൊടുക്കൽ നിർബന്ധമാണ്. അത് കരാറില്ല എങ്കിൽ അതിന് 6% പലിശ കൊടുക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഈക്വൽ ആയിരിക്കണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന് വേണമെന്നില്ല. ഇൻട്രസ്റ്റ് ഓൺ ലോൺ 6%, 6%. ഓക്കെ. ദെൻ അത് നഷ്ടമാണെങ്കിലും കൊടുക്കണം. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ത് ചെയ്തിരിക്കണം? ലാഭമായാലും നഷ്ടമായാലും എന്ത് ചെയ്യണം? 6% മിനിമം കൊടുത്തിരിക്കണം. ഓക്കെ. Then interest on drawings. അതിന് എന്തില്ല? നോ ഇൻട്രസ്റ്റ് വിൽ ബി ചാർജ്ഡ് ഓൺ ഡ്രോയിങ്സ് മെയ്ഡ് ബൈ ദി പാർട്ണേഴ്സ്. പാർട്ണേഴ്സ് വിഡ്രോ ചെയ്ത പൈസ പേഴ്സണൽ ആവശ്യത്തിന് പാർട്ണർമാർ എന്ത് ചെയ്തു? വീട്ടിലേക്ക് പൈസ എടുത്തു കൊണ്ടുപോയി. അപ്പൊ അത് തിരിച്ചു തരുമ്പോൾ നമ്മൾ കമ്പനി ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നു? മീൻ ഫേം ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നു? പലിശ ചോദിക്കുന്നു. കരാറില്ലെങ്കിൽ ചോദിക്കാൻ പറ്റില്ല. കരാറില്ലെങ്കിൽ അങ്ങനെ പലിശ കൊടുക്കണമെന്നില്ല, നിർബന്ധം ഇല്ല. അങ്ങനെ ഇൻട്രസ്റ്റ് ഈടാക്കാൻ കഴിയില്ല. ഇനി റെമ്യൂണറേഷൻ ടു പാർട്ണേഴ്സ്. പാർട്ണർമാർക്ക് ശമ്പളം, കമ്മീഷൻ തുടങ്ങിയ കാര്യങ്ങൾ കൊടുക്കണം? വേണ്ട. നോ വൺ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് സാലറി ഓർ കമ്മീഷൻ. അവർക്ക് ശമ്പള കമ്മീഷൻ എന്ത് ചെയ്യണ്ട? കൊടുക്കണ്ട. എങ്ങനെ? കരാറില്ലെങ്കിൽ. കരാറുണ്ടെങ്കിൽ കരാറിൽ എഴുതിയിരിക്കും ഇത്ര രൂപ സാലറി കൊടുക്കണമെന്നോ ഇത്ര രൂപ കമ്മീഷൻ കൊടുക്കണം എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. കരാറില്ലെങ്കിൽ എന്ത് ചെയ്യണ്ട? കൊടുക്കേണ്ടതില്ല. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോക്കി വെക്കാം. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വെക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ എടുക്കാം. ഇന്നെടുത്ത കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയുന്നു. പാർട്ണർഷിപ്പ്, അതിന്റെ ഫീച്ചേഴ്സ്, പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ല എങ്കിലുള്ള 5 നിയമങ്ങൾ. ഓക്കെ. താങ്ക് യു.